മോർച്ചക്കെതിരെ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി അതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് പരാതി നൽകിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല. ആ പരാതിയെ സംബന്ധിച്ച് ഞാൻ ഈ പാലക്കാട്ടേക്ക് വരുമ്പോൾ കണ്ട ആദ്യത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് NDAയുടെ ഒരു ഫ്ലക്സ് ആയിരുന്നു. മടുത്തു വിവാദ രാഷ്ട്രീയം, നമുക്ക് വികസനം സംസാരിക്കാം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. മാറാത്തത് മാറുമെന്ന്. ഒന്നും മാറിയിട്ടില്ല. വികസനത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. എങ്ങനെ വിവാദമുണ്ടാക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രം നോക്കിയാണ് ഇരിക്കുന്നത്. വളരെ മാന്യമായി, ഏറ്റവും കൃത്യമായി, ആരെയും മോശം പറയാതെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന എന്നെ വഴിയിൽ തടയുകയും, തടഞ്ഞതൊരു സ്ത്രീയാണ് എന്ന കാരണം കൊണ്ട് മറുപടി ഒരു അക്ഷരം മിണ്ടാതെ കൈ പുറകിട്ട് നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോവുകയും ചെയ്ത ശേഷവും ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ, അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കാര്യങ്ങൾ എടുത്തു വന്നുവെന്ന് ഞാൻ സ്ത്രീ വിദ്വേഷ പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും ഇത് ഒരു കെട്ടിച്ചമച്ച കേസ് എന്നുള്ളതിനപ്പുറം ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല. എങ്ങനെയാണ് ഞാൻ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നേ ദിവസം രഞ്ജേട്ടൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസമാണ്. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, തെളിവെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചൂഷണം ചെയ്യപ്പെട്ടവർക്ക് നീതി കിട്ടണം, കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം, എപ്പോഴും ഇരകളോടൊപ്പം തന്നെയാണ്, അതാണ് എൻ്റെ നിലപാടെന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, അല്ല അത് സിനിമ ഫീൽഡിൽ തന്നെ ഉള്ള ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരേ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യത്തിനും ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്നെനിക്കറിയില്ല. അതാണ് വാചകം. ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്നെനിക്കറിയില്ല എന്നുള്ളതാണ് വാചകം. അതിലൊന്നും അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി യാതൊന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റൊന്നും കിട്ടാതിരിക്കുന്നത് കൊണ്ട് നിരന്തരമായി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യമായ കാമ്പ് ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വ്യക്തിപരമായി ഇന്ന് പറഞ്ഞു NDA സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഒരു പെൺവാണിക സംഘം തന്നെ ഉണ്ട് എന്നൊക്കെയാണ് NDA സ്ഥാനാർത്ഥി ഇന്ന് പൊതു കൺവെൻഷനിൽ പ്രസംഗിച്ചത്. പൊതു കൺവെൻഷനിലോ മാധ്യമ മീറ്റിംഗിലോ ഇന്റർവ്യൂകളിലോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പോഴും NDAയുടെ സ്ഥാനാർത്ഥി ഒരു സ്ത്രീയാണ് എന്ന ബഹുമാനം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഒപ്പത്തിനൊപ്പം യാതൊന്നും പറയാതിരിക്കുന്നതും ഞാൻ പലതിനും ഉത്തരം പറയാതിരിക്കുന്നതും. അവർക്ക് പറയാനുള്ളതെല്ലാം ഇത്തരത്തിൽ ആരോപണങ്ങളായി പറയുന്നതെല്ലാം പറയട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അവർക്ക് ഇലക്ഷൻ തോക്കാനുള്ളൊരു ഗിമ്മിക്സ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ. അവര് അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഒരു തെറ്റ് വഴിയിൽ ഒരാൾ തടഞ്ഞു കഴിയുമ്പം അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ആ ചെയ്തത് മോശമായി പോയി എന്ന് പറയുന്നതിന് പകരം ഇത്രയും വലിയൊരു ആരോപണം ചെയ്യേണ്ടതുണ്ടോ? അത് ഇവരുടെ പാർട്ടിയിൽപ്പെട്ട അമ്മമാരാണല്ലോ. എൻ്റെ കൂടെയും വേറെ അമ്മമാരുണ്ടായിരുന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞല്ലോ, എത്ര അമ്മമാരാണ് എൻ്റെ കൂടെ വന്നത്. ഞാൻ ഈ മണ്ഡലം മുഴുവൻ ഇറങ്ങി നടക്കുന്നില്ല. എത്ര അമ്മമാർ എനിക്ക് ചോറ് വിളമ്പി തരുന്നു, എത്ര പേര് സ്നേഹത്തോടെ പെരുമാറുന്നു, എത്ര പേര് വീട്ടിലേക്ക് വിളിക്കുന്നു, മകനെ പോലെ കാണുന്നു. ഇതെല്ലാം അമ്മമാരല്ലേ. ഇവരുടെ എല്ലാം സ്നേഹം ആവോളം കിട്ടുന്നുണ്ടല്ലോ എനിക്ക്. അപ്പോൾ ഇവരുടെ കുറച്ച് പേരുടെ എന്തെങ്കിലും പ്രശ്നമല്ല. അതാണ് പറയുന്നത്. എനിക്ക് വേറെ വിഷയങ്ങളുണ്ട്. എനിക്ക് വേറെ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളോട് സംസാരിക്കാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളിൽ നിന്ന് കേൾക്കാനുണ്ട്. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് ശരിയല്ലെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും നമ്മളിത് ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം ഈ പരാതി എന്തിനാണ് കൊടുത്തിട്ടുള്ളതെന്നും എന്താണ് അതിൻ്റെ പിന്നിലെന്നും ഈ എന്നെ തടയുന്ന വിഷയം ഉണ്ടാകുന്നതൊരു ഇല്ലാതിരുന്നൊരു വിഷയം ഉണ്ടാക്കി പറയുകയാണ്. അപ്പം എന്താ പറയാ, പറഞ്ഞോട്ടെ, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസം പ്രചാരണത്തിലൊക്കെ കൊലപാതക കേസിൽ പ്രതിയായ ഒരു വ്യക്തിയെ കണ്ടിരുന്നു. അപ്പൊ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ കണ്ടില്ല. അങ്ങനെ ആ കൊലപാതക കേസിലെ പ്രതിയായ വ്യക്തി എനിക്കറിയില്ല. ഞാനിപ്പോ ഇവിടെ എന്റെ ചുറ്റും ഏകദേശം ഇത്ര ആൾക്കാർ നിൽക്കുന്നില്ലേ. ഇതിൽ ആരൊക്കെ എന്തൊക്കെ ഇതിന് മുമ്പുള്ള കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ചിലപ്പോൾ ഈ സ്റ്റില്ല് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാല് നാളെ നിങ്ങൾ ഇതിനകത്ത് ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നാളെ പറഞ്ഞാൽ എനിക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ നടക്കാം. ഇതിനകത്ത് ഒരാൾ നടന്നാൽ അതെ, നടന്നതിന്റെ സ്റ്റില്ലാണത്. അതെ, തൊട്ടടുത്താണ്. ഇവരൊക്കെ എനിക്ക് ഇദ്ദേഹത്തിന് അറിയില്ല. എനിക്ക് ഇദ്ദേഹത്തിന് അറിയില്ല.
സ്ഥാനാർത്ഥി നടന്നു വരണ ഭാഗത്ത്